എല്ലാ പ്രിയപ്പെട്ടവർക്കും സാരംഗി സ്പീക്സിലേക്ക് സ്വാഗതം. നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഈ ഹാരി പോട്ടർ കഥകളൊക്കെ കൊച്ചുകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണെന്ന്. നമ്മളൊക്കെ ഈ പ്രായത്തിൽ വായിച്ച എന്ത് രസം ഉണ്ടാവാനാണെന്ന്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. ഹാരി പോട്ടർ സിനിമകളൊക്കെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പലതവണയായി കണ്ടു തീർത്തിരുന്നു, ഒന്നല്ല പലതവണ. അപ്പോൾ മനസ്സിലായി ഈ മാജിക്കൽ വേൾഡ് ഒരു രസമുള്ള സംഗതി തന്നെയാണെന്ന്. പക്ഷെ എന്നാലും പുസ്തകം വായിക്കാൻ ഒരു മടിയായിരുന്നു. എന്നുവെച്ചാൽ ഓരോ ബുക്കും ഹാരി പോട്ടർ സീരീസിൽ ഏതാണ്ട് 200 തൊട്ട് 600 വരെ പേജ് ഉള്ളതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് എങ്ങനെ വായിച്ചു തീർക്കുമെന്ന് വിചാരിച്ചു. മാത്രമല്ല സിനിമ കണ്ടല്ലേ, കഥ അറിയാലോ, ഇനിയിപ്പോൾ എന്താ വായിച്ചിട്ടെന്നാണ് ധരിച്ചത്. ഈ സമ്മർ വെക്കേഷന് എൻ്റെ കുട്ടികൾ എന്ന് വെച്ചാൽ എൻ്റെ മോളും അനിയൻ്റെ മോളും ചേർന്ന് ഹാരി പോട്ടർ വായന സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ കുട്ടികളോടൊപ്പം ഞാനും ആ വായനയിലേക്ക് കടന്നു. അപ്പോഴാണ് മനസ്സിലായത് എത്ര വിസ്മയകരമായ ഒരു മായാലോകമാണതെന്ന്. ഈ വീഡിയോയിൽ അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. ബ്രിട്ടീഷ് എഴുത്തുകാരിയായ ജെ.കെ. റൗളിംഗ് സൃഷ്ടിച്ച ഒരു മായിക ലോകമാണ് ഹാരി പോട്ടറിന്റെയും കൂട്ടുകാരുടേതും. ജെ.കെ. റൗളിംഗ് ഈ പുസ്തകവുമായിട്ട് ഒരുപാട് പ്രസാധകരെ സമീപിച്ചതും അവരെല്ലാം തള്ളിക്കളഞ്ഞതും ഒടുവിൽ ഒരു പ്രസാധകർ മാത്രം അത് സ്വീകരിച്ചതും പിന്നീട് ലോകം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലൊരു വിജയം ആ ബുക്ക് സീരീസിനുണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാരി പോട്ടർ, ഹെർമയോണി, റൊണാൾഡ് വീസ്ലി ഈ 3 കൂട്ടുകാരും അവർ പഠിക്കുന്ന ഹൊഗ്വാർട്സ് എന്ന മാജിക്കൽ സ്കൂളും അവിടുത്തെ മറ്റു വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ചേർന്ന സംഭവബഹുലമായ പല കഥകളുടെ ഒരു സീരീസാണ് ഈ ഹാരി പോട്ടർ എന്ന് പറയുന്നത്. ഹാരി പോട്ടർ സീരീസിലെ പുസ്തകങ്ങൾ 7 പുസ്തകങ്ങളാണുള്ളത്. ഇതിനെ പിന്നീട് സിനിമയാക്കിയപ്പോൾ പക്ഷേ അവസാനത്തെ പുസ്തകമായ ഡെത്ലി ഹാലോസിനെ 2 ആക്കി, പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ സിനിമ ആ ഫ്രാഞ്ചൈസിയിലെ 8 സിനിമകളാണുള്ളത്. കുട്ടികളായിട്ടൊരു ബോണ്ടിങ്, പിന്നെ ഒരു ഫാന്റസി വേൾഡിലേക്ക് ഇറങ്ങുന്ന ഒരു സന്തോഷം, അതൊക്കെയാണ് പുസ്തകം വായിക്കാൻ തുടങ്ങിയപ്പം ഉണ്ടായിരുന്ന പ്രചോദനങ്ങൾ. പക്ഷേ പോകെ പോകെ ഞാൻ ഈ ഹാരിയുടെ ലോകത്തില് ഒരു അഡിക്റ്റ് ആയി മാറിയെന്ന് വേണമെങ്കിൽ പറയാം. ഹാരിയുടെ മീംസ്, പല പല വീഡിയോസ്, ആ കഥകളെയും ആ കഥകളിൽ അഭിനയിച്ച താരങ്ങളെയും പറ്റിയുള്ള വർണ്ണനകൾ, അങ്ങനെ മൊത്തത്തിൽ ഹാരിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പോയി പിള്ളേരമ്മ കുറച്ച് ഓവറാണെന്ന് പറയുന്ന ഒരു സ്ഥിതി വരെ എത്തിയ കാര്യങ്ങൾ. നമുക്കൊന്നും കാണാനും കേൾക്കാനും കഴിയാത്ത ഒരു മാജിക്കൽ ലോകം. അവിടെ കുട്ടികൾക്ക് മന്ത്രവിദ്യകൾ പഠിക്കാനായി ഒരു സ്കൂള്, മാന്ത്രിക ഉപകരണങ്ങൾക്കായി പ്രത്യേകം കടകള്, മന്ത്രവാദികൾക്കും മാന്ത്രികർക്കും മാത്രമായിട്ടുള്ള പ്രത്യേകം ബാങ്ക്, അങ്ങനെ ഒരു വല്ലാത്തൊരു വിസ്മയ ലോകമാണ് ജെ.കെ. റൗളിംഗ് മന്ത്രവിദ്യയുടെ കാര്യത്തിൽ സൃഷ്ടിക്കുന്നത്. 7 ബുക്കുകളാണ് ഹാരി പോട്ടർ സീരീസിലുണ്ടെന്ന് പറഞ്ഞല്ലോ. ആദ്യത്തേത് ഫിലോസഫർ സ്റ്റോൺ, രണ്ടാമത്തേത് ചേംബർ ഓഫ് സീക്രട്ട്, മൂന്നാമത്തേത് പ്രിസണർ ഓഫ് അസ്കബാൻ, 4ാമത്തേത് ഗോബ്ലെറ്റ് ഓഫ് ഫയർ, 5 ഓർഡർ ഓഫ് ദ ഫിനിക്സ്, 6 ഹാഫ് ബ്ലഡ് പ്രിൻസ്, 7 ഡെത്ലി ഹാലോസ്. ഫിലോസഫർ സ്റ്റോണിൽ തുടങ്ങി ഡെത്ലി ഹാലോസിലേക്ക് എത്തുമ്പോഴേക്കും 6 വർഷങ്ങൾ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ 10 വയസ്സിൽ 11 വയസ്സിൽ നമ്മൾ കണ്ടു തുടങ്ങിയ ഹാരിയും കൂട്ടുകാരും ഒക്കെ അവരുടെ കൗമാരത്തിലെത്തിയിരിക്കുന്നു. 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ കഥകളുടെ ഒരു സീരിയസ്നെസ്സും ആ ഡെപ്തും ഒക്കെ ഓരോ പുസ്തകത്തിനനുസരിച്ച് കൂടി വരുന്നുണ്ട്. ഏറ്റവും ചെറിയ പുസ്തകം എനിക്ക് തോന്നുന്നു ആദ്യത്തെ പുസ്തകമായ ഫിലോസഫർ സ്റ്റോൺ ആണ്. അതിനുശേഷം പുസ്തകങ്ങളുടെ വലിപ്പം ഇങ്ങനെ കൂടി വരികയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും പുസ്തകങ്ങളുള്ളത്. ഇതിൽ ഓർഡർ ഓഫ് ദി ഫീനിക്സ് ആണ് ഏറ്റവും വലിയ പുസ്തകം. ഏതാണ്ട് 800 പേജിന് അടുപ്പിച്ചിട്ടുണ്ട് ഓർഡർ ഓഫ് ദി ഫീനിക്സ് മാത്രം. ബാക്കി ബുക്സ് ഒക്കെ കാത്തുന്റെ കയ്യിലാണ്, അവിടെ വായന നടക്കുന്നതേ ഉള്ളൂ. പുസ്തക വായന തുടങ്ങിയപ്പോൾ തൊട്ട് ജെ.കെ. റൗളിങ്ങിന്റെ ആ ഒരു ഇമാജിനേഷനെ പറ്റി പറയാതെ വയ്യ. 7 പുസ്തകങ്ങളായി നീണ്ടു കിടക്കുന്ന എന്തോരം ക്യാരക്ടേഴ്സ് ആണെന്നറിയാമോ? ഈ ക്യാരക്ടേഴ്സിന്റെ ഒക്കെ പേരുകൾ വിചിത്രങ്ങളും വിസ്മയകരങ്ങളുമാണ്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം പണിപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു മാജിക്കൽ ലോകം സൃഷ്ടിക്കുമ്പോൾ അവിടുത്തെ ജീവിത രീതികളുണ്ട്, പ്രത്യേകതരം ഭക്ഷണങ്ങളുണ്ട്, അതേപോലെ പല പല നിയമങ്ങളുണ്ട്. ഈവൻ ഗെയിംസിന് പോലും പ്രത്യേകതരം നിയമങ്ങളാണ്. ക്വിഡിച്ച് എന്ന് പറയുന്ന ഒരു ഗെയിം ഈ കഥയിലുടനീളം വളരെ സവിശേഷ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ക്വിഡിച്ച് എന്നുള്ള പേര് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രത്തോളം റൗളിംഗ് പണിപ്പെട്ടിരുന്നു അവരുടെ ഒരു ഇന്റർവ്യൂവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പലതവണ മാറ്റി എഴുതി അങ്ങനെ ആ പേരുകൾ കൊണ്ടൊരു വിസ്മയലോകം തന്നെ ജെ.കെ. റൗളിംഗ് തീർക്കുന്നുണ്ട്. ജെ.കെ. റൗളിംഗ് പഠിച്ചത് ക്ലാസിക്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ലാറ്റിൻ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എന്നാൽ തന്നെയും ഓരോ ക്യാരക്ടേഴ്സിലേക്കും ആ പേരുകളൊക്കെ എത്തിക്കുന്നത് വളരെ കഠിനമായ ഒരു പണി തന്നെ. അത് ഒന്നാന്തരമായിട്ട് അവർ ചെയ്തു തീർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും തങ്ങൾക്ക് അനുഭവവേദ്യമായ ലോകത്തിനെ ഇതിൽ കാണാൻ പറ്റും. ഒരുപക്ഷെ കുറച്ച് മുതിർന്നിട്ട് ഈ പുസ്തകം വായിക്കുന്നത് കൂടി കൊണ്ടായിരിക്കും തോന്നുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ മജീഷ്യന്മാരുടെ, വിച്ചസിന്റെയും വിസാർഡ്സിന്റെയും ഒരു ലോകം,
ആ ലോകത്തിൽ തന്നെ മറ്റ് ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്. ഉദാഹരണമായിട്ട് എൽവിസ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്, ഗോബ്ലിൻസ് ഉണ്ട്, പിന്നെ ഒരുപാട് തരം ജീവികളുണ്ട്, ജയൻസ് ഉണ്ട്, പിന്നെ കുതിരയും മനുഷ്യന്മാരും ചേർന്ന് സെന്റോസ് എന്ന് പേര്, നമ്മൾ ഗ്രീക്ക് മിത്തോളജിയിലൊക്കെ കണ്ടിട്ടുള്ള സെന്റോസ് എന്ന് പേരുള്ള ജീവികളുണ്ട്. ഈ വലിയ ലോകത്തില് എല്ലാവർക്കും നിലനിൽക്കണം. മജീഷ്യന്മാരായിട്ടുള്ള ആൾക്കാർക്കും മജീഷ്യന്മാരല്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കും ഈ പറഞ്ഞ പ്രത്യേകതരം ക്യാരക്ടേഴ്സിനൊക്കെ നിലനിൽക്കണം. പക്ഷെ ഇവരുടെ ഉള്ളിലുള്ള ആ ഒരു പൊളിറ്റിക്കൽ ഡിഫറൻസ് ഒരു വലിയ യുദ്ധത്തിലേക്കൊക്കെ നയിക്കുമ്പോൾ ആരൊക്കെ ആരുടെയൊക്കെ കൂടെ നിൽക്കുന്നു എന്നുള്ളതൊക്കെ നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല സമൂഹത്തിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. കുട്ടികളുടെ കഥകളിൽ പൊതുവെ എപ്പോഴും ഗുഡ് അഗൈൻസ്റ്റ് ബാഡ്, അങ്ങനെയല്ലേ, ഈവിൾ അഗൈൻസ്റ്റ് ജസ്റ്റിസ്, അങ്ങനെ ഒരു പരിച്ഛേദം ജെ.കെ. റൗളിങ്ങിന്റെ കഥകളിലും ഉണ്ട്. പക്ഷെ ഇടയ്ക്കൊക്കെ നമുക്ക് ആ ഈവിളിനിടയിലും കുറച്ചൊക്കെ നന്മകളും കാണാൻ കഴിയുന്നുണ്ട്. സിനിമകളെല്ലാം മാസ്റ്റർ ക്ലാസ് തന്നെയാണ്. ആ ഹൊഗ്വാർട്സിന്റെ ഒരു മാജിക്കൽ ലോകവും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ ഒരു മായാലോകത്തിന്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. ഇത്രയും വലിയ പുസ്തകങ്ങളെ സിനിമയാക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ചെറിയ ഡീറ്റെയിലിംഗ് സിനിമയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ പരിമിതിക്കുള്ളിൽ വെച്ചിട്ട് അതിമനോഹരമായിട്ടാണ് 8 സിനിമകൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഓരോ കാര്യത്തിനും ഓരോ ക്യാരക്ടറിനും ഓരോ സ്ഥലത്തിനും ഒക്കെ ജെ.കെ. റൗളിംഗ് കൊടുത്തിരിക്കുന്ന ആ ഒരു മികച്ച ഡീറ്റെയിലിംഗ് നമുക്ക് സിനിമകളിൽ വല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. മാത്രമല്ല സിനിമയിൽ കുറച്ചുകൂടെ ഫാസ്റ്റ് പേസിൽ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. സിനിമ കണ്ടതിന് ശേഷം ബുക്ക് വായിച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടേഴ്സിന്റെ ആ ഒരു രൂപത്തിനും ഭാവത്തിനും നമ്മുടെ ഭാവനയെ അങ്ങനെ ആശ്രയിക്കേണ്ടി വരില്ല. നമ്മുടെ തലച്ചോറിന് കുറച്ച് ജോലി കുറവുണ്ട്. ഇപ്പൊ ഡംബിൾഡോർ ആയാലും ഹാരിയും അവന്റെ കൂട്ടുകാരും ഹാഗ്രിഡും ഒക്കെ ആയാലും സിനിമയിൽ കിട്ടിയ ആ ഒരു ക്യാരക്ടറിന്റെ ഒരു രൂപം ഉള്ളത് കാരണം പലപ്പോഴും ബുക്കിൽ നിന്നും വ്യത്യസ്തമാണെന്ന് തോന്നിയാലും നമ്മൾ ആ ക്യാരക്ടേഴ്സിനെ അങ്ങനെ തന്നെ കണ്ട് വായിച്ചു പോകും. ശരിക്കും പറഞ്ഞാൽ ബുക്ക് ആദ്യം വായിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. 1997 ഈ സീരീസിലെ ആദ്യത്തെ ബുക്ക് ഇറങ്ങുന്നത്. 97 എന്ന് വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു സമയം. പക്ഷെ അന്ന് ഇറങ്ങുന്ന ഇംഗ്ലീഷ് പുസ്തകങ്ങളൊന്നും ഉടനെ കയ്യിലെത്താൻ വലിയ മാർഗമൊന്നുമില്ല. പിന്നെ ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലായിരുന്നു എന്ന് വേണം പറയാൻ. സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഹാരി പോട്ടറിന്റെ ആ ലോകത്തിനെ പറ്റി കുറച്ചൊരു ഗ്രാസ്പ് കിട്ടുന്നതും. അങ്ങനെയാണ് പിന്നീട് പുസ്തകങ്ങളിലേക്ക്. ഹാരി പോട്ടർ പുസ്തകങ്ങൾ വായിക്കാതെ സിനിമ മാത്രം കണ്ടവരാണ് നിങ്ങളെങ്കിലും ഉറപ്പായിട്ടും പറയാം, യു ആർ മിസ്സിംഗ് ഹാഫ് ഓഫ് ദ മാജിക്. ഈ 7 ബുക്കുകളിലും ഒരുപാട് കഥകളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അതിനെപ്പറ്റി വിശദമായിട്ട് പറയാത്തത് നിങ്ങൾക്കുള്ള ആ ഒരു സർപ്രൈസ് എലമെന്റുകളെ കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽ ബുക്കിനെ പറ്റിയും ഒരുപാട് പറയാനുണ്ട്. ഓരോ ബുക്കിനെ പറ്റിയുള്ള കഥകൾ അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ്സിൽ പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കൂടി ശ്രമിക്കാം. ബുക്ക് വായിച്ചു കഴിഞ്ഞു, 8 സിനിമയും കണ്ടു, ഒരുമാതിരിപ്പെട്ട കാണാവുന്ന ജെ.കെ. റൗളിങ്ങിന്റെ ഇന്റർവ്യൂസും ഹാരി പോട്ടർ മീംസും ഇവരുടെ റീൽസും ഒക്കെ കണ്ടു തീർന്നു. ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഹാരി പോട്ടറിന്റെ സീക്വലിനെ പറ്റി അറിഞ്ഞത്. ഹാരി പോട്ടർ ആൻഡ് ദ കേഴ്സ്ഡ് ചൈൽഡ് എന്ന പേരിൽ ഒരു സ്ക്രിപ്റ്റിന്റെ രൂപത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അത് പക്ഷേ ജെ.കെ. റൗളിംഗ് മാത്രമല്ല, 2 കൂട്ടുകാരുടെ ചേർന്നിട്ടാണ് എഴുതിയിരിക്കുന്നത്. 3 പേര് ചേർന്ന് എഴുതിയ ഒരു നാടക അവതരണ രൂപത്തിൽ. അത് ശരിക്കും സിനിമയാക്കാനും ഇവർക്ക് ഉദ്ദേശമില്ല, അതൊരു പ്ലേ എന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ നോവല് വായിച്ചതിൽ നിന്നും തീർച്ചയായിട്ടും നാടകം വായിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം, പിന്നെ ജെ.കെ. റൗളിങ്ങിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മിസ് ചെയ്യുന്ന ഒഴിച്ചാൽ അതും ഒരു വളരെ നല്ല അനുഭവമായിരുന്നു. എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു ആ ബുക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഹാരിയും കൂട്ടുകാരും ഒക്കെ വളർന്ന് അവരുടെ മക്കളെ പറ്റിയുള്ള കഥയാണ്, അടുത്ത തലമുറയുടെ. അത് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. തീർന്നില്ല, ഹാരി പോട്ടർ ഫാൻ ഫിക്ഷൻ എന്ന് പറയുന്ന ഒരു പുതിയ ലോകത്തേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അലി അബ്ദൽ എന്ന യൂട്യൂബർ പറഞ്ഞിട്ടാണ് ഈ ഫാൻ ഫിക്ഷനെ പറ്റി ആദ്യം മനസ്സിലാക്കുന്നത്. ഒരുപാട് കഥകളുണ്ട്. ജെ.കെ. റൗളിങ്ങിനും വാർണർ ബ്രോസിനും ആണ് ഈ എന്താ പറയുക സിനിമകളുടെയും പുസ്തകങ്ങളുടെയും ഒക്കെ കോപ്പിറൈറ്റ് ഉള്ളത്. അതുകൊണ്ട് ഇവരെയൊക്കെ വെച്ച് നമുക്ക് ഫാൻസിന് വേറൊരു ഓൾട്ടർനേറ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഹാരി പോട്ടർ ഫാൻസ് എത്രത്തോളം ഈ പുസ്തകങ്ങളും സിനിമകളിലും ഒക്കെ ആകർഷകരായിരിക്കുന്നു എന്നുള്ളത് വെച്ചാൽ ഏതാണ്ട് റൗളിംഗ് മൊത്തം എഴുതിയ പുസ്തകത്തോളം തന്നെ വലിപ്പമുള്ള ഫാൻ ഫിക്ഷൻസ് എഴുതിയ ആൾക്കാരും ഉണ്ട്. ഹാരി പോട്ടർ ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് റാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു ബുക്കാണ് ഇപ്പോൾ അതിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ബുക്കുകളെ പറ്റി വായനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം. പക്ഷേ സീക്വലും ഫാൻ ഫിക്ഷൻ ബുക്സും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഈ 7 ബുക്ക് ഇതുവരെ വായിച്ചിട്ടില്ലാത്തവർക്കുള്ള പ്രൈമറി ടാസ്ക് അത് തന്നെയാണ്. ആ മനോഹരമായ 7 പുസ്തകങ്ങളുടെ ലോകത്തേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കടന്നു ചെല്ലുക. ഹാരി പോട്ടർ ബുക്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും ഉള്ളതാണ്.
സിനിമകളും അങ്ങനെ തന്നെ പറയാമെങ്കിലും ഇപ്പോഴത്തെ ഹാരി പോട്ടർ, അതായത് ഹെർമിയോണിയും റോണും ഹാരിയും ഒക്കെ, ഡാനിയൽ റാഡ്ക്ലിഫും എമ്മ വാട്സണും ഒക്കെ കഴിഞ്ഞുപോയൊരു തലമുറയുടെ ഹാരി പോട്ടർ അഭിനേതാക്കളായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഈ ജെൻസി ജെന്നാൽഫക്കാർക്കൊക്കെ അവരുടേതായ ഒരു എന്താ പറയാ വിഷ്വൽ മാജിക്കും പുതിയ ക്യാരക്ടേഴ്സും ഒക്കെ വേണമെന്നുണ്ട് ഇല്ലേ? അതിനുവേണ്ടി എന്തായാലും HBO, വാർണർ ബ്രോസും ഒക്കെ ചേർന്നിട്ട് ഡിസംബറിൽ പുതിയ ഹാരി പോട്ടർ ഒരു സീരീസ് രൂപത്തിൽ തന്നെ വരുന്നുണ്ട്. അതിൽ പക്ഷേ നമ്മൾ കണ്ട സിനിമകളെ പോലെ വളരെ ക്രിസ്പായിട്ടല്ല, ബുക്കിലുള്ള എല്ലാ ഡീറ്റെയിൽസും ചേർത്തിട്ടാണ് സീരീസ് വരുന്നതാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കുട്ടികളോടൊപ്പം, ലോകത്തെമ്പാടുമുള്ള ഹാരി പോട്ടർ ഫാൻസിനോടൊപ്പം ഞാനും അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് ആ ലോകത്തിൻ്റെ ഒരു ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഓർഡറിൽ തന്നെ പുസ്തകങ്ങളെല്ലാം വായിക്കുക. നോവൽ വായന, എസ്പെഷ്യലി ഒരു ഫാൻറ്റസി ലോകത്തേക്കുള്ള യാത്ര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിയൽ വേൾഡിൽ നിന്നുള്ളൊരു എസ്കേപ്പിസം ആണ്. എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല. അങ്ങനെ ഒരു എസ്കേപ്പിസം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫാൻറ്റസി മാജിക്കും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഹാരി പോട്ടർ വായിക്കാൻ ശ്രമിക്കുക. ഹാരി പോട്ടർ വായിച്ചിട്ടുള്ളവർക്ക് ഏത് ബുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, ഏത് ക്യാരക്ടറിനാണ് ഏറ്റവും ഇഷ്ടം, കമൻസ് പറയുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു പുസ്തകത്തിന്റെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ഇറ്റ്സ് ബൈ ഫ്രം സാരംഗി സ്പീക്സ്. താങ്ക് യു.